ഈ മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള പോരതിരൂക്ഷമാകുകയാണ്. അവർ ഈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് അനുനയ നീക്കം നടത്തുകയാണ്. പക്ഷെ അതെല്ലാം പാളിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇരുമെയ്യാണെങ്കിലും ഒരു മനസ്സെന്നുള്ള രീതിയിലാണ് ഈ സമസ്തയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വലിയൊരു ഐക്യത്തോടു കൂടി. ഇടയ്ക്ക് അത് തകർക്കാൻ വേണ്ടി CPM ചില ശ്രമങ്ങളും ഒളിയമ്പോഴും ഒക്കെ നടത്തിയെങ്കിലും അവസാനം സമസ്ത ആയിരിക്കേണ്ട സ്ഥലത്ത് തന്നെ വരികയാണ് എന്ന് സ്വാഭാവിക പങ്കാളിയായ മുസ്ലിം ലീഗുമായി ചേർന്നത്. ഈ സമസ്ത എന്ന് പറയുന്ന ഒരു മലയാള പദമല്ല. ശരിക്കും സമസ്ത കേരള ജമാ അയ്യത്തുൽ ഇസ്ലാമി എന്ന് പറയുന്ന അറബി വാക്ക് ചേർത്തുണ്ടാക്കിയത്. അതിൽ സമസ്ത മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ എപ്പോഴും, ഇത്രയും വലിയ പേരായതുകൊണ്ട്. അങ്ങനെയുള്ള ഒന്നാണത്. അപ്പോൾ അത് മുസ്ലിം ലീഗാണ് അതിൻ്റെ രാഷ്ട്രീയ രൂപം. ആ രീതിയിലാണ് പോകുന്നത്. അതിൻ്റെ വിശ്വാസങ്ങളെല്ലാം അതിൻ്റെ ആത്മാവ്. ശരിക്കും പറഞ്ഞാൽ RSS BJP എന്ന് പറയുന്ന പോലൊരു ആത്മാവും ശരീരവുമായിട്ടുള്ള ഒന്നാണത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമസ്ത എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സമാധാന ജീവിതത്തിന് വലിയ പങ്കുവഹിച്ചിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ പാണക്കാടും ഈ നമ്മുടെ ഈ മാപ്പിള ലഹളക്കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആ പുഴ സിനിമ കാണിക്കുന്നത് പോലെയും പാണക്കാട് കുടുംബം അന്നും സമാധാനത്തിന് വേണ്ടി നിലകൊണ്ട് ഈ അക്രമത്തിൻ്റെയും അതുപോലെ തന്നെ കൊലപാതകങ്ങളുടെയും പരമ്പരയുടെ ഭാഗമായി നിൽക്കാതെ നിലകൊണ്ട സമാധാനം കാക്ഷിക്കുന്ന ഒരു കുടുംബമാണ്. രണ്ടിൻ്റെയും ഗുണങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ബാബറി പള്ളി പൊളിച്ച സമയത്ത് കേരളത്തിൽ ഉടനീളം വളരെ കലുഷിതമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടായിട്ടും അത് നമ്മളിപ്പോൾ തിരിച്ചൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്ത ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരോട് വളരെയധികം ബഹുമാനമുണ്ട്. കേരളത്തിൻ്റെ ഈ ബഹുസ്വരതയിൽ അവർക്ക് തീർച്ചയായിട്ടും സമാധാനത്തിന് അവരുടേതായ ഒരു റോളുണ്ട്, വഹിച്ചിട്ടുമുണ്ട്, അവർ വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ SDPI PF എന്നൊക്കെ പറഞ്ഞ അതിതീവ്ര സംഘടനകൾ വരുമ്പോൾ അവരോടൊക്കെ മത്സരിക്കുകയും അവരെയൊക്കെ കുറച്ചൊക്കെ യോജിപ്പിച്ചു കൊണ്ടുപോകേണ്ടതുമായിട്ടുള്ള ഒരു വിധി വൈപരീത്യം അവരെ പലപ്പോഴും വന്ന് കുഴിയിൽ ചാടിക്കാറുമുണ്ട് എന്നുള്ള സത്യവും നമ്മൾ മറക്കേണ്ടതില്ല. ഇവിടെ നമ്മുടെ രാഷ്ട്രീയമാകട്ടെ ഇവരെ കയ്യിലെടുക്കാൻ, അതായത് സമസ്തയെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സമസ്തയിലൂടെ മാത്രമേ മുസ്ലിം ലീഗിനെ കയ്യിലെടുക്കാൻ പറ്റൂ എന്നായിരുന്നു പണ്ടത്തെ ആപ്തവാക്യം. ഇപ്പോൾ അത് മാറിക്കൊണ്ട് അവരെ രണ്ടാക്കാൻ വേണ്ടി സമസ്തയെ ഞങ്ങളുടെ ഭാഗത്തെടുത്തുകൊണ്ട് അവരുടെ വോട്ട് വലിയ സ്വാധീനമുള്ള സംഘടനയാണ് മലബാറിൽ. അപ്പോൾ അവരെ കയ്യിലെടുത്തുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള വിജയം ഉറപ്പാക്കിക്കാനുള്ള ശ്രമമാണ് CPM നടക്കുന്നത്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഇവിടെ ഇപ്പോൾ ശരിക്കും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, പാണക്കാട് കുടുംബവും അതുപോലെ തന്നെ സമസ്തയും തമ്മിൽ. പാണക്കാട് കുടുംബത്തിൻ്റെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ അവിടെ പരമ്പരാഗതമായിട്ട് ആ കുടുംബത്തിനാണ് പ്രാധാന്യം. ആ കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ് മുസ്ലിം ലീഗിനെ കാലാകാലങ്ങളിൽ നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി തങ്ങളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴും പല ആരോപണങ്ങളും വരുന്നുണ്ട്. മറ്റ് തങ്ങൾമാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് SDPIയോട് കൂടുതൽ അടുക്കുന്നു എന്നൊക്കെ ആരോപണമുണ്ടെങ്കിലും പ്രായേണ അദ്ദേഹം അത് അവരുടെ തുറമുഖത്തൊന്നും കൊണ്ടുപോയി നങ്കൂരം അടുപ്പിച്ചിട്ടില്ല. ഇപ്പോഴും കടലിൽ കൂടി അത് ഓടിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ കപ്പൽ. അപ്പോൾ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിൽ, അതായത് UDF ജയിച്ചില്ലെങ്കിൽ എന്താവും അവസ്ഥ എന്നൊന്നും നമ്മൾ പറയുന്നില്ല, പ്രവചിക്കുന്നുമില്ല. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് ഇവർക്ക് ഈ സ്ഥാപനങ്ങൾ വരുമ്പോഴാണ് സാമ്പത്തിക താല്പര്യങ്ങളാണ് ഈ കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും. ഇവർക്ക് ധാരാളം കോളേജുകളുണ്ട്. സമസ്തയുടെ ആഭിമുഖ്യത്തിലുള്ള സമസ്ത സ്ഥാപിച്ച ധാരാളം കോളേജുകളുണ്ട്. സമസ്ത സ്ഥാപിച്ച സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. ഏതാണ്ട് 40ഓളം കോളേജുകൾ തന്നെ അവിടെ ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്. ഇവിടെ എറണാകുളത്ത് നടന്ന അവരുടെ പണ്ഡിതസഭ എന്ന് പറഞ്ഞാൽ മതപണ്ഡിതരുടെ സഭയാണ്, അല്ലാത്ത മനസ്സിലാക്കാനല്ല. അവരുടെ സഭയിൽ വെച്ചിട്ട് ഈ സമസ്ത കോളേജുകളുടെയും സമസ്തയുടെ കോളേജുകൾ നടത്തുന്നതിലും എല്ലാ കോളേജുകളുടെയും ഭരണ ചുമതല മുസ്ലിം ലീഗിന് കൈവന്നു. മുസ്ലിം ലീഗിന് കൈവന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു അധ്യാപകൻ, ഇതിൻ്റെ സമസ്തയുടെ തലവൻ എന്ന് പറയുന്നത് മുത്തുക്കോയ തങ്ങളാണല്ലോ. അതെ, ജെഫ്രി മുത്തുക്കോയ തങ്ങൾ. ആ ജെഫ്രി മുത്തുക്കോയെ സന്ദർശിച്ചിട്ടാണ് ഇദ്ദേഹമാണ് കേരളത്തിൻ്റെ ആത്മീയ ചൈതന്യം എന്നൊക്കെ BJPയിൽ നിന്ന് പിരിഞ്ഞുപോയ
വാര്യരുണ്ടല്ലോ, സന്ദീപ് വാര്യർ എന്ന് പറയുന്ന അതിൻ്റെ വക്താവ്, അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം പുതിയൊരു ആത്മീയ പ്രഭയൊക്കെ കാണുന്നതായിട്ടുമൊക്കെ പിന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തിരുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹത്തിന് അതിലൊരു ആത്മീയ ഒരു അനുഭൂതി കിട്ടുന്നുണ്ടെങ്കിൽ ഇത് കിട്ടിക്കോട്ടെ, അത് നല്ല കാര്യം തന്നെ. അപ്പോൾ അത്ര പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് മതപരമായിട്ട് അദ്ദേഹം. അദ്ദേഹത്തിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു കോളേജിലെ ഒരു അധ്യാപകൻ, വിദ്യാർത്ഥിയല്ല അധ്യാപകൻ സംസാരിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? സമസ്തയാണ് ഈ കോളേജ് സ്ഥാപിച്ചത്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മുഷാവര കൗൺസിൽ എന്ന് പറയും, അതാണ് കോളേജിൻ്റെ ഭരണം നിയന്ത്രിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ടും ഈ സമസ്ത അധ്യാപകനെ പുറത്താക്കി. കാരണം മുത്തുക്കോയ തങ്ങളെ പറയാൻ നീ ആരടാ എന്ന് പറഞ്ഞു. ഇതിൻ്റെ സമസ്ത അധികാര കേന്ദ്രവും ആത്മീയമായിട്ട് മുത്തുക്കോയ തങ്ങളിലും രാഷ്ട്രീയമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ശിഹാബ് അലി തങ്ങളിലുമാണ്, സാദിഖ് അലി ശിഹാബ് തങ്ങളിലുമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരിക. ഒന്ന് രാഷ്ട്രീയ അധികാരം, മറ്റേത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക അധികാരം. അത് രണ്ടും അധികാര കേന്ദ്രങ്ങളാണ്. ആ അധികാര കേന്ദ്രങ്ങളുടെ കോൺഫ്ലിക്റ്റ് ഇപ്പോൾ പൊടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടോ അടുത്ത ഘട്ടത്തിൽ ഒരു യുദ്ധം പോലാണിത്, യുദ്ധം പോലെ മാനങ്ങൾ കൈവരിച്ചിരിക്കുക. അടുത്ത ഘട്ടത്തിൽ ഈ മുസ്ലിം ലീഗ് പുറത്താക്കി അതിനെ തിരിച്ചെടുത്തു. അപ്പോൾ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ രൂക്ഷത പറഞ്ഞൊരു അനുരഞ്ജനത്തിലേക്ക് പോവുകയല്ല, ആ കോൺഫ്ലിക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നു. അത് നിലനിൽക്കെ തന്നെയാണ് കോൺഗ്രസ്സിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കണമെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് ശാഠ്യം പുലർത്തുന്നു. പക്ഷേ ഈ മുസ്ലിം ലീഗിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഒരു കോൺഗ്രസ്സുകാരനും പറയുന്നുമില്ല, അതിന് തൻ്റെ ഇടം ആർക്കുമില്ല, കെ സുധാകരന് പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് വാസ്തവത്തിൽ പണി പാളും കേട്ടോ മലബാറിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. ഈ സ്ഥിതി ഇങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അല്ലെ, ഇതിനകത്ത് ഇവരെ ഈ ഭിന്നിപ്പിക്കുന്നതിനകത്ത് അല്ല അനുനയ നീക്കമൊക്കെ പാടുന്നുണ്ടല്ലോ. CPM എന്തെങ്കിലും തരത്തിലുള്ള കളി തീർച്ചയായിട്ടും ഉണ്ട് മലബാറിൽ. കാരണം ഇവർ ഭിന്നിപ്പിക്കുക എന്നുള്ള ഇവരുടെ ഒരു ലക്ഷ്യമാണിപ്പോൾ. ഭിന്നിപ്പിക്കുക മാത്രമല്ല, അവരുടെ ആനുകൂല്യം ഒരു ഭാഗത്ത് അവർ തങ്ങളിലേക്ക് എടുക്കുന്നുണ്ട്. ഒരു തവണ അത് വളരെ വിജയകരമായിട്ട് നടപ്പാക്കി. സമസ്തയുടെ സർവ്വസമ്മതത്തോടു കൂടി വൻപിച്ച രീതിയിൽ അവരുടെ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ പോലും വോട്ട് പിടിക്കാനും ഒരു പാർലമെൻ്ററി മണ്ഡലം ജയിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സമസ്ത അത് കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്യേണ്ട കാര്യമാണ്. അത് ബാബറി പള്ളി തകർച്ചയെ തുടർന്നാണോ എന്നെനിക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും അവർക്കത് സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറേ വോട്ടുകളെങ്കിലും അവർക്ക് സ്വാധീനിക്കാൻ അവിടെ മലബാറിൽ അവർക്ക് കഴിയുന്നുമുണ്ട്. മലബാറിൽ തീർച്ചയായിട്ടും വരിക. നമ്മൾ ചരിത്രപരമായിട്ട് കൂടി ആലോചിക്കണം. കാരണം ഈ മാപ്പിള ലഹളയെ തുടർന്ന് കുറേ കാലം ഒരു പള്ളികൾ പോലും സ്ഥാപിക്കാനുള്ള അധികാരം മുസ്ലിങ്ങൾക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ്, കൊളോണിയൽ ഭരണം അന്നത്തെ നിഷേധിച്ചിരുന്നു. അതങ്ങനെ തന്നെ തുടർന്നു കോൺഗ്രസിൻ്റെ ഭരണകാലത്തും. പക്ഷേ EMS ആദ്യമായിട്ട് അധികാരത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഞങ്ങൾ പള്ളി നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് തന്നെ പള്ളി നിർമ്മിച്ചു കൊടുത്തവിടെ. ഗവൺമെൻറ് തന്നെ നമ്മൾ പറയുന്ന എപ്പോഴും അറിയപ്പെടുന്ന മലപ്പുറം ജില്ല സ്ഥാപിച്ചു കൊടുത്തു. അതല്ല, EMS തന്നെ ഈ പറയുന്ന വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൻ്റെ ആത്മാവും അതുപോലെ തന്നെ തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രനുമായി EMS തന്നെ ഒരു പള്ളി അവിടെ പോയി സ്ഥാപിച്ചു കൊടുത്തു. അങ്ങനെയാണ് അവർ സംരക്ഷിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജില്ല കൊടുത്തു. ഇതിൻ്റെയൊക്കെ സ്നേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അവർക്ക് ഇല്ലാതിരിക്കുകയില്ല. അതുപോലെ തലശ്ശേരിയിലെ RSSൻ്റെ ഭീഷണി വന്നപ്പോൾ പള്ളിക്ക് കാവൽ നിന്നത്, അതായത് മസ്ജിദുകൾക്ക് കാവൽ നിന്നത് CPMൻ്റെ കേഡറുകളാണ്. അവിടെ ചോരപ്പുഴുകൾ ഒഴുകി എന്നുള്ളത് വേറൊരു കാര്യം. അങ്ങനെ CPM RSS സംഘർഷമായിട്ട് മാറി. കണ്ണൂരിലും ആകെ അത് പടർന്നു. ഈ നമ്മളൊരു കാര്യം കൂടി ഇതിൽ ഓർക്കണം. ആ കോൺഫ്ലിക്റ്റ് നിലനിൽക്കുമ്പോഴും കോൺഫെഡറേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്നുള്ള സംഘടന, CIC എന്നുള്ള സംഘടനയെ ചൊല്ലിയാണ് അതിൻ്റെ അധികാരം ആര് കൈയാളണം. തൽക്കാലം ഇപ്പോൾ മുസ്ലിം ലീഗിനാണ്. അത് പോരാ, ഈ കോളേജുകൾ സ്ഥാപിച്ച ഞങ്ങൾക്കാണ് ഇതിൻ്റെ അധികാരം വേണ്ടത് എന്നുള്ളതാണ് ഈ കോൺഫ്ലിക്റ്റ്. ഇവിടെ CPM മിക്കവാറും നിൽക്കാൻ സാധ്യതയുള്ള പക്ഷം സമസ്തയുടെ പക്ഷമാണ്. ആ പക്ഷത്ത് നിൽക്കും. ഞാനതാണ് പറഞ്ഞത്, നേരത്തെ തലശ്ശേരിയിലെ മുസ്ലിങ്ങളെ സംരക്ഷിച്ച അതേ മനോഭാവത്തോടെ മലപ്പുറത്ത് അവർക്ക് പള്ളി സ്ഥാപിച്ചു കൊടുത്ത അതേ സ്പിരിറ്റോടെ CPM സമസ്തയുടെ പക്ഷത്ത് നിൽക്കാൻ മടിക്കില്ല. കാരണം ഇത് ജനാധിപത്യമാണ്, രാഷ്ട്രീയമാണ്, അവിടെ വോട്ടുകളാണ് പ്രധാനം, ജയിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. പക്ഷേ ഇതിനകത്ത് CPMൻ്റെ ഒരു ഭിന്നിപ്പ് ഇടപെടലുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഇവർക്കെങ്ങനെ എത്രത്തോളം ഇവരിതിൻ്റെ ഗുണഭോക്താക്കളായി മാറും? പലപ്പോഴും അവർ അനുകൂലമായിട്ട് നിന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിനെതിരെ CPMൻ്റെ കൂടെ നിന്നിട്ടുണ്ട് സമസ്ത, ശരിയായിട്ടുള്ള നിലപാടുകളുടെ പേരിൽ അനുകൂലിച്ചുകൊണ്ട്. ആ നിലപാട് ഇപ്പോഴും അവർക്ക് സ്വീകരിക്കാൻ സാധ്യമാണ്. അത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ പറയേണ്ട ഒരു RSSും അങ്ങനെ സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചിട്ടുണ്ടല്ലോ. RSSും അങ്ങനെ സ്വതന്ത്രമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിക്ക് വോട്ട് കൊടുത്തിട്ടില്ല, കോൺഗ്രസിന് വോട്ട് കൊടുത്തിട്ടുണ്ട് അവർ.
ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം അവരുടെ വോട്ട് പോയത് ഇന്ദിരാഗാന്ധിക്കാണ്. രാജീവ് ഗാന്ധിക്ക് പോയിട്ടുണ്ട് അവരുടെ വോട്ട്, സഞ്ജയ് ഗാന്ധിക്ക് ഒരിക്കലും പോയിട്ടില്ല. അങ്ങനെയുണ്ട്, അവർക്ക് അവരുടെ വിവേചന അധികാരമുണ്ട്. സമസ്തയ്ക്ക് അത് ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും കഴിയുന്നതേ ഉള്ളൂ, അത് കഴിയുക തന്നെ ചെയ്യും. എന്തായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം സ്ഥിതിഗതികൾ മൊത്തത്തിൽ ഇപ്പോൾ അത്ര ശുഭോദർക്കമല്ല. കെ സുധാകരൻ പോയി, അതിൻ്റെ ഒരു കുറവുണ്ട്, കൂടുതലില്ലെങ്കിലും കുറവുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സമസ്തയിലെ പ്രശ്നങ്ങൾ, കോൺഗ്രസ്സിന് ഏറ്റവും വിശ്വസിക്കാവുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ടുള്ള മുസ്ലിം ലീഗിലും വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് വീണ്ടും പിണറായി വിജയൻ വരും എന്നൊരു സങ്കല്പത്തിലേക്ക് CPM പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അതിന് പിണറായി വിജയനെ കൊണ്ട് തന്നെ നയിപ്പിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. കോൺഗ്രസ് ഇതുവരെ അത് മനസ്സിലാക്കിയിട്ടില്ല.